ചൂട് സമയത്ത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കിടിലൻ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയാൽ അതിനകത്ത് ഈ പാല് ചൂടാക്കി എടുക്കുക. ചൂടാകുമ്പോൾ തന്നെ 1 കപ്പ് പാല് മാറ്റി വെച്ചേക്കണം കേട്ടോ. ബാക്കി പാല് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവറിന്റെ കസ്റ്റാർഡ് പൗഡറാണ്. ആ കസ്റ്റാർഡ് പൗഡർ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ വാം മിൽക്ക്, അത് ചേർത്ത് നല്ല രീതിയിൽ കട്ട കെട്ടാണ്ട് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഡൈലൂട്ട് ചെയ്ത മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിക്ക് കൺസിസ്റ്റൻസി വരുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ തുടരണം കേട്ടോ. മൊത്തത്തിൽ തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒരുമിച്ച് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നല്ല രീതിയിൽ തണുക്കാൻ വേണ്ടിയിട്ട് ഫാനിന്റെ താഴെങ്ങാനും കൊണ്ടുവച്ച് നല്ല രീതിയിൽ തണുപ്പിക്കുക. അതിനുശേഷം ഞാനിത് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ ആഡ് ചെയ്യുക. അതെല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കിയ അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചീത്തയായി പോകും. ഈ വേനൽക്കാലത്താണെങ്കിലും ഗസ്റ്റ് വരുമ്പോഴത്തേനായാലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഡിഷാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയും കുറച്ച് ട്രിക്സും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.